മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് അമേസിംഗ് ഫാക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ജീവികളുടെ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അറിയാത്ത കുറെ കുട്ടി 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 കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോടാ. ഫസ്റ്റ് മിസ് പറയുന്ന കാര്യം നോക്കാം. ഒക്ടോപസിന് 3 ഹാർട്ട് ഉണ്ട്, 3 ഹൃദയം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് നമുക്കൊരു ഹൃദയമാണുള്ളത് അല്ലെ. പക്ഷെ ഒക്ടോപസിന് എത്രയാണ്? 3 ഹൃദയം ഉണ്ട്. ക്യാൻ യു ബിലീവ് ഇറ്റ്? നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഒക്ടോപസിന് 3 ഹൃദയം ഉണ്ടെന്ന്? അപ്പൊ ഇതുപോലെ വേറെ എന്തൊക്കെ അമേസിംഗ് ഫാക്ട്സ് ഉള്ളത്? അടുത്ത കാര്യം നോക്കിക്കേ. ബട്ടർഫ്ലൈസ് ടേസ്റ്റ് വിത്ത് ദ ഫീറ്റ്. നമ്മൾ രുചി അറിയുന്നത് നമ്മുടെ നാവ് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ബട്ടർഫ്ലൈസ് ഒരു പൂവിൽ വന്നിരിക്കും. ആ പൂവില് അവർക്ക് ഇതുപോലെയുള്ള സെൻസേഷൻസ് വരുന്നത് അവരുടെ ഇതുപോലെയുള്ള ഈ കാലുകളിലൂടെയാണെന്നാണ് പറയുന്നത്. ആണോ? മിസ്സിന്റെ കുട്ടികൾക്ക് ഇത് അറിയാമായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും സത്യമാണോ? യെസ്, ആൻഡ്സ് നെവർ സ്ലീപ്. ഉറുമ്പുകൾ നമ്മളെ പോലെ രാത്രിയാകുമ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റ് പല്ല് തേച്ച് വരുന്നവരല്ല. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത അമേസിംഗ് ഫാക്ട് നോക്കാം. സ്പൈഡേഴ്സ് ഹാസ് ബ്ലൂ ബ്ലഡ്. നമുക്കറിയാം, നമ്മുടെ കൈയൊന്നും മുറിഞ്ഞു കഴിഞ്ഞാല് എന്ത് നിറത്തിലുള്ള രക്തമാണ് വരുന്നത്? റെഡ് കളറിൽ അല്ലെ. നല്ലതാ കട്ടച്ചോര നമ്മൾ പറയുന്നത് പോലെ റെഡ് കളറിലാണ് നമ്മുടെ ബ്ലഡ് ഉള്ളത്. പക്ഷെ ഈ ഒക്ടോപസ് അതുപോലെയുള്ള സ്പൈഡേഴ്സ് ഇവർക്കൊന്നും റെഡ് കളറിലെ ബ്ലഡ് അല്ല, ഈ പറഞ്ഞ പോലെയുള്ള ബ്ലൂ ബ്ലഡ് ആണ്. കാരണം എന്താണെന്ന് അറിയോ? നമുക്ക് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഓക്കെ, ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രക്തത്തിന് റെഡ് കളർ. എന്നാൽ ഇതുപോലെയുള്ള ജീവികളിൽ എന്താ ഉള്ളതെന്ന് അറിയോ? ഹീമോസയാനിൻ ആണ് കേട്ടോ. ഇവർക്ക് ഹീമോസയാനിൻ ആണുള്ളത്. ഹീമോസയാനിൻ എന്താണ്? ബ്ലൂ കളർ ആണ്. സോ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ട് നമ്മുടെ രക്തം റെഡ് കളറിലിരിക്കും. ഇതുപോലെയുള്ള ജീവികളെ നോക്കിക്കേ, അവരുടെ രക്തം എന്താണ്? ബ്ലൂ കളർ ആണ്. ഒക്ടോപസ്, സ്പൈഡർ ഒക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്ത അമേസിംഗ് ഫാക്ട് എന്താണ്? ഡോൾഫിൻ സ്ലീപ് വിത്ത് വൺ ഐ ഓപ്പൺ. നമുക്കറിയാം, നമ്മൾ ഒരു കണ്ണടച്ചിട്ട് സൈറ്റ് അടിക്കാറുണ്ട് അല്ലെ. ഡോൾഫിൻസ് ഉറങ്ങുന്നത് എങ്ങനെയാ? അങ്ങനെ സൈറ്റ് അടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ഡോൾഫിൻസ് എന്താണ്? സ്ലീപ് വിത്ത് വൺ ഐ ഓപ്പൺ എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അടുത്തത് നോക്കാം. ജിറാഫ് ഈസ് ദ ഓൺലി ആനിമൽ ദാറ്റ് cannot make any sound. ഒരു ശബ്ദവും ഉണ്ടാക്കാതെ. നമുക്ക് പല രീതിയിൽ ശബ്ദം ഉണ്ടാക്കാം അല്ലെ. മിസ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. മിസ്സിന് വേണമെങ്കിൽ പാട്ടൊക്കെ പാടാൻ പറ്റും അല്ലെ. മിസ്സിന് വേണമെങ്കിൽ ഭയങ്കര പേടിപ്പിക്കുന്ന ശബ്ദം ഉണ്ടാക്കാൻ പറ്റും, പതിയുള്ള ശബ്ദം ഉണ്ടാക്കാൻ പറ്റും, അലറാൻ പറ്റും, ചിരിക്കാൻ പറ്റും അല്ലെ. പല രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ലേ? പക്ഷെ ജിറാഫിന് ഇതുപോലെയുള്ള ശബ്ദം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കറിയാം, നായ്ക്കളാണെന്നുണ്ടെങ്കിൽ, ഡോഗ്സ് ആണെങ്കിൽ എന്താ ബൗ ബൗ എന്ന് ശബ്ദം ഉണ്ടാക്കാം അല്ലെ. പൂച്ചകളാണെങ്കിലും ന്ന് ശബ്ദം ഉണ്ടാക്കും. പക്ഷെ ജിറാഫിന്റെ ശബ്ദം നമുക്കറിയോ? കേട്ടിട്ടുണ്ടോ? ജിറാഫിന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ജിറാഫ് ക്യാൻ ക്ലീൻ ഇറ്റ്സ് ഇയേഴ്സ് വിത്ത് ഇറ്റ്സ് ലോങ് ടങ് അല്ലെ. ഇതെന്താ? നീളമുള്ള നാവാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു നിറത്തിലല്ലാന്നുണ്ടെങ്കിലും നീളമുള്ള നാവാണ് ജിറാഫിനുള്ളത്. ഈ നീളമുള്ള നാവ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചെവിയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ നാവ് ചർക്കൊക്കെ മൂക്കിൽ തൊടാൻ പറ്റും അല്ലെ. മിസ്സിന് തൊടാൻ പറ്റുന്നില്ല. അപ്പൊ നാവ് നിങ്ങൾക്ക് മൂക്കിൽ തൊടാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പൊ നാവ് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? കൂടിപ്പോയാൽ ഇത്രയും ഇത്രയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഇത്രയും കൊണ്ടുപോകാൻ പറ്റും, അല്ലാണ്ട് അതിൽ കൂടുതൽ നമുക്ക് നാവ് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ നാവ് നീട്ടി ചെവിയിൽ ചെന്നിട്ട് ചെവിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ ജിറാഫുകൾക്ക് എന്താണ്? ഈ ചങ്ങ് യൂസ് ചെയ്തിട്ട് അവരുടെ ഇയേഴ്സ് വരെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അമേസിംഗ് ആയിട്ടുണ്ട് അല്ലെ. അടുത്തത് നോക്കാം. മെയിൽ സീ ഹോഴ്സ് ക്യാരീസ് ബേബി. മെയിലായിട്ടുള്ള സീ ഹോഴ്സസ് ആണ് ബേബീസിനെ ക്യാരി ചെയ്യുന്നത്. അതായത് ഫീമെയിൽസ് എഗ് റിലീസ് ചെയ്യും. പിന്നെ മെയിൽ സീ ഹോഴ്സസിൽ ഉള്ള പൗച്ചിൻ്റെ ഉള്ളിലാണ് ഇതുപോലെയുള്ള ബേബീസിനെ സ്റ്റോർ ചെയ്യുന്നത്. അവരെ വളർന്നു കഴിഞ്ഞിട്ട് അവരെ പുറത്തേക്ക് അല്ലാന്നുണ്ടെങ്കിൽ അതിന് വളർന്നതിന് ശേഷം അവരെ റിലീസ് ചെയ്യുന്ന ആരാണ്? മെയിൽ ഹോഴ്സസ് ആണ്. സോ മെയിൽ സീ ഹോഴ്സസ് ആണ് ബേബീസിനെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അതും ക്ലിയർ ആണ് അല്ലെ. അടുത്ത നോക്കിക്കേടാ. ബാറ്റ്സ് ആർ ദ ഓൺലി മാമൽസ് ദാറ്റ് ക്യാൻ ഫ്ലൈ. പറക്കാൻ പറ്റുന്ന ഒരേയൊരു മാമൽസ് ആരാണ്? ബാറ്റ് ആണ്, വവ്വാലുകളാണ്. ഇനി എന്താണ് മാമൽസ് എന്ന് പറഞ്ഞാൽ? കുഞ്ഞുങ്ങളെ മുലയൂട്ടി അല്ലെങ്കിൽ പ്രസവിച്ച മുലയൂട്ടി വളർത്തുന്ന ജീവികളാണ് മാമൽസ് അല്ലെ. അപ്പൊ നമ്മളെ മനുഷ്യന്മാര് അല്ലെങ്കിൽ കുരങ്ങന്മാര് അല്ലെങ്കിൽ പൂച്ച, പട്ടി, ഇവരൊക്കെ എന്താണ്? മാമൽസ് ആണ്. കാരണം എന്താ? ഇവര് പ്രസവിക്കുകയാണ് അല്ലെ. നമ്മുടെ ബേർഡ്സ് എന്ന് പറയുന്നത് മാമൽ ആണോ? അല്ല, ബേർഡ്സ് എന്താ? മുട്ടയിടുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മളൊക്കെ എന്താണ്? പ്രസവിച്ചിട്ട് കുട്ടികളെ മുലയൂട്ടി വളർത്തുന്നവരാണ്. അങ്ങനെ പ്രസവിക്കുന്ന
ജീവികളിൽ പറക്കാൻ പറ്റുന്ന, നമുക്ക് പറക്കാൻ പറ്റും ഇല്ല, അതിൽ പറക്കാൻ പറ്റുന്ന ഒരേ ഒരു ജീവി ആരാണ്? നമ്മുടെ ബാറ്റ് ആണ്. അപ്പൊ ആ കുറേയധികം അമേസിങ് ഫാക്ട്സ് നമ്മളിതാ ഇപ്പൊ നോക്കിയല്ലേ. അപ്പൊ ഇതിൽ എത്ര എണ്ണം മിസ്സിന്റെ കുട്ടികൾക്ക് ഓൾറെഡി അറിയായിരുന്നു, അല്ലെങ്കിൽ എത്ര എണ്ണമാണ് നിങ്ങൾ പുതിയതായിട്ട് അറിഞ്ഞത് എന്നുള്ള കാര്യം ഇത് ചെയ്യാൻ താഴെ കമന്റ് ചെയ്യുക. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.